മക്കളെ, കിഡ് മാത്സിലേക്ക് സ്വാഗതം. സുഖാണോ നിങ്ങൾക്ക്? നമ്മളിപ്പോൾ ന്യൂ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് പറഞ്ഞത് അല്ലേ? ഇന്ന് നമുക്ക് അതിൻ്റെ ഫസ്റ്റ് എക്സസൈസ് തുടങ്ങാം. 9ാം ക്ലാസ്സുകാരുടെ കാര്യമായിട്ടാണ് ഞാൻ പറയണേ. ഓക്കെ, അപ്പോൾ നോക്കിയേ, പേജ് 49 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ പറയണേ? ഇൻ ദ പിക്ചർ ദ സ്ക്വയർ ഓൺ ദ ഹൈപ്പോട്ന്യൂസ് ഓഫ് ദ ടോപ്പ് മോസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ ഈസ് ഡ്രോൺ. കാൽക്കുലേറ്റ് ദ ഏരിയ ആൻഡ് ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ. ഇതല്ലേ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ആ ഒരു സ്ക്വയർ കണ്ടോ? ആ സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ലെങ്ത്തും കാണണം, ഏരിയയും കാണണം. അപ്പം എന്താ ആ സ്ക്വയറിൻ്റെ പ്രത്യേകത നോക്കാം. എങ്ങനെയാണ് തന്നേക്കുന്ന ആ സ്ക്വയർ? ആദ്യം തന്നെ അവരെന്ത് ചെയ്തേക്കാണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തേക്കുവാണ് അല്ലേ? എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തേക്കണേ? ഇവിടെ 1 മീറ്റർ, ഇവിടെ 1 മീറ്റർ, അതായത് ബേസും ഓൾട്ടിറ്റ്യൂഡും 1 മീറ്റർ ആയിട്ടുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ. എന്നിട്ട് എന്ത് ചെയ്തേക്കാണ്? ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഈ ഹൈപ്പോട്ന്യൂസിനെ ഓൾട്ടിറ്റ്യൂഡ് ആക്കിക്കൊണ്ട് അടുത്ത റൈറ്റ് ട്രയാങ്കിൾ, അതായത് ഇങ്ങനെ, ഇതിന്റെ എത്രയാ ലെങ്ത് തന്നിരിക്കുന്നത്? ഇതും 1 മീറ്റർ. അത് കഴിഞ്ഞിട്ടോ ഇനി ഇതിന്റെ ഹൈപ്പോട്ന്യൂസ് ആയിട്ടുള്ള ഇതിനെ 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ്. പിന്നെ ഏതാണ് അടുത്തത്? ഇങ്ങനെ മൂന്നാമത്തത്. അപ്പൊ ഇവിടെ 90 ഡിഗ്രി വരുന്ന രീതിയിൽ. അപ്പൊ ഇതിന്റെ ലെങ്ത് എത്രയാണ് തന്നിരിക്കുന്നത്? 1 മീറ്റർ. കണ്ടോ, ബേസ് എല്ലാത്തിന്റെയും 1 മീറ്ററാണ്. ഇനി അടുത്തതോ? അടുത്തത് ദേ ഇങ്ങനെ. അപ്പൊ ഇതിന്റെ എന്ത് വന്നു? ഇത് 1 മീറ്റർ. അങ്ങനെ വന്നുകൊണ്ട് നാലാമത്തത്. ഇനി അടുത്തതോ? 1 2 3 4. ഈ നാലാമത്തെ ഇവിടെ വെച്ചിട്ട് എന്താ ചെയ്തേക്കണേ? ഈ ബേസിന്റെ ഇവിടെ ട്രയാങ്കിൾ അല്ല അവർ കൺസ്ട്രക്ട് ചെയ്തേക്കണേ, പകരം എന്ത് കൺസ്ട്രക്ട് ചെയ്തേക്കാണ്? ഇത് ബേസ് ആക്കിക്കൊണ്ട് ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്തേക്കാം. ഇതുപോലൊരു സ്ക്വയർ. ഇങ്ങനെ ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്തേക്കാം. എന്നിട്ട് ചോദിച്ചേക്കണേ, ഈ സ്ക്വയറിന്റെ ഏരിയ എത്രയാണെന്നും ഈ സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ ലെങ്ത് എത്രയാണെന്നും. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ഈ ട്രയാങ്കിൾ നോക്കാം അല്ലേ? നമുക്ക് ഇതിന്റെ ഈ ലെങ്ത് കിട്ടണം. നമുക്ക് ആദ്യത്തെ ട്രയാങ്കിൾ തൊട്ട് ക്രാക്ക് ചെയ്ത് വരാം. ആദ്യത്തെ ട്രയാങ്കിൾ എന്തായിരുന്നു? നമ്മളിങ്ങനെ എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. അതിന്റെ പ്രത്യേകത എന്താ? 1 മീറ്റർ ബേസ്, 1 മീറ്റർ ഓൾട്ടിറ്റ്യൂഡ്. അങ്ങനെയാണെങ്കിൽ ഈ ഹൈപ്പോട്ന്യൂസ് എത്രയായിരിക്കും? ഇതെന്താ? ഹൈപ്പോട്ന്യൂസിന്റെ ഫോർമുല എന്താ? h = a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ പ്ലസ് ബേസിന്റെ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? √1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? √2. അപ്പൊ ഈ ലെങ്ത് നമുക്ക് എത്രയാണെന്ന് കിട്ടി? √2 ആണെന്ന് കിട്ടി. അതായത് ഈ നീളം നമുക്ക് √2 എന്ന് കിട്ടി. അപ്പൊ ഇപ്പൊ അടുത്ത റൈറ്റ് ട്രയാങ്കിൾ നോക്കിയേ, √2ഉം 1ഉം. അപ്പൊ അടുത്തത് വന്നപ്പോ ഇതെന്തായി? ഇത് നമുക്ക് ഇപ്പൊ നമ്മുടെ ട്രയാങ്കിൾ മാറി. ഇതിന്റെ ഇപ്പൊ ഈ വശം എത്രയാണ്? 1. ഇതെത്രയാണ്? √2. അപ്പൊ √2ഉം 1ഉം ആണെങ്കിൽ ഇതിന്റെ ഈ വശത്തിന്റെ നീളം കാണണം. അപ്പൊ ഇതുപോലെ തന്നെയല്ലേ ഫോർമുല? അതിന്റെ എന്ത് വരും? √2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? √2 × √2 2 പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? √3. അപ്പൊ ഈ വശത്തിന്റെ നീളം നമുക്ക് കിട്ടിയത് എത്രയാണ്? √3. ഇത് കാണുമ്പോ തന്നെ നിങ്ങൾ മറ്റേ വശം കൂടെ പറയൂലേ? എന്നാലും വേണേൽ ചെയ്ത് നോക്കാം. ഇത് √3ഉം ഇത് 1ഉം. √3ഉം 1ഉം. √3ഉം 1ഉം വരുമ്പോ നോക്കിക്കേ, എന്ത് വരും? √3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അതെന്ത് വരും? 3 + 1 √4. √4നെ നമുക്ക് വേണേൽ 2 എന്ന് എഴുതാം. പക്ഷെ നമ്മൾ അങ്ങനെ എഴുതുന്നില്ല, കാരണം നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എഴുതിയെന്നുള്ളത് കൊണ്ട്. നമുക്ക് എന്താ ലക്ഷ്യം? അടുത്തത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ അടുത്തത് നോക്കിയേ, അടുത്തതിന്റെ എന്ത് വരും? അപ്പൊ അതിന്റെ എന്താ വന്നേക്കണേ? ഇവിടെ √4ഉം 1ഉം. അപ്പൊ എന്ത് വന്നു? √4 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അതായത് എന്താണ്? √4 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? √5. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ സ്ക്വയറിന്റെ വശത്തിന്റെ നീളം എത്ര കിട്ടണേ? √5 എന്നാ കിട്ടുന്നത് അല്ലേ? എന്താ യൂണിറ്റ് ഇതിന്റെയൊക്കെ? മീറ്റർ. അപ്പൊ √5 മീറ്റർ ആണ് എന്ത്? ലെങ്ത് ഓഫ് 1 സൈഡ് ഓഫ് ദ സ്ക്വയർ. അപ്പൊ നമുക്ക് അത് എഴുതാം ആദ്യം. ലെങ്ത് ഓഫ്
length of one side of square equal to √5 meter. അപ്പോൾ ഒരു വശത്തിന്റെ ലെങ്ത് √5 മീറ്റർ ആണെങ്കിൽ ഏരിയ എത്രയായിരിക്കും? therefore area of the square equal to എന്താ ഫോർമുല? side into side അല്ലേ? area of the square equal to side into side, that is equal to √5 into √5, that is equal to 5 meter square. ഇത്രയുള്ളൂ. അപ്പൊ ഈ സ്ക്വയറിന്റെ ഏരിയ എത്രയാണ്? 5 മീറ്റർ സ്ക്വയർ. സൈഡ് എത്രയായിരുന്നു? √5. ഇതല്ലേ ആദ്യത്തെ ചോദ്യം. അപ്പം നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ദേ രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. അവിടെ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, പിന്നെ അത് വെച്ചിട്ടൊരു സ്ക്വയറൊക്കെ വരച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, നമുക്കിനി എന്താ അവർ പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. എ സ്ക്വയർ ഈസ് ഡ്രോൺ ഓൺ ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 2 meters. അപ്പോൾ തന്നിരിക്കുന്ന ട്രയാങ്കിൾ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സൈഡിൻ്റെ ലെങ്ത്ത് 2 meters ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞേക്കണേ? എന്താ ചെയ്യാൻ പറഞ്ഞേക്കണേ? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. പിന്നെയോ വാട്ട് ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്, ഉയരം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെയോ വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ അതർ 2 sides ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ ബിലോ. താഴെ ഒരു ട്രയാങ്കിൾ തന്നേക്കണം, കണ്ട? അതിൻ്റെ മറ്റ് രണ്ട് വശങ്ങളുടെ എന്ത് കണ്ടുപിടിക്കണം? ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം നോക്കി. ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടില്ലേ? എന്താണ്? ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ക്വയർ ഉണ്ട് അല്ലേ? എന്നിട്ട് എന്താ നമുക്ക് അവർ പറഞ്ഞേക്കുന്നേ നോക്കാം. എന്താ പറഞ്ഞേക്കുന്നേ? എ സ്ക്വയർ ഈസ് ഡ്രോൺ ഓൺ ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പം എന്ത് ട്രയാങ്കിളാണ് തന്നേക്കുന്നത്? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. എന്താ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത? എല്ലാ വശങ്ങളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു വശം എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എത്രയാണ്? 2 meter. ഇങ്ങനെ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താ? ട്രയാങ്കിളിന്റെ ഉയരം അല്ലെ? ആ ഉയരത്തിൽ വെച്ചുകൊണ്ട് ആ ഉയരം സൈഡാക്കിക്കൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു സ്ക്വയർ നിർമ്മിച്ചേക്കാണ്. എന്നിട്ടോ ചോദ്യം എന്തൊക്കെയാ? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ. ഈ സ്ക്വയറിന്റെ ഏരിയ എന്താന്ന് കണ്ടുപിടിക്കണം. പിന്നെയോ വാട്ട് ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിൾ. ഓൾട്ടിറ്റ്യൂഡ് അതായത് ഈ ട്രയാങ്കിളിന്റെ ഉയരം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഉയരം കണ്ടുപിടിച്ചാലേ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെയോ പിന്നെ വീണ്ടും ഒരു സ്ക്വയറൊക്കെ തന്നിട്ടുണ്ട് അല്ലേ? അല്ല, ഒരു ട്രയാങ്കിൾ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം 2 നോക്കാം, എന്നിട്ട് മൂന്നാമത്തേലേക്ക് വരാം. അപ്പം ഇത് നോക്കിക്കേ മക്കള്. ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും പ്രത്യേകത? ഇത് ഇതിന്റെ മിഡ് പോയിന്റിലേക്കായിരിക്കും അല്ലേ ഈ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് എല്ലാ ട്രയാങ്കിളും നമുക്ക് പറയാൻ പറ്റില്ല. ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബേസിന്റെ മിഡ് പോയിന്റിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വശത്തിന്റെ ലെങ്ത് നമുക്ക് പറയാൻ പറ്റൂലോ. ഇത് എത്രയായിരിക്കും? ഇത് 2. അപ്പൊ ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ഇത് 2 meter ആണെങ്കിൽ 3 വശവും 2 meter. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നേർ പകുതിയിലേക്കാണ് മുകളിൽ നിന്നുള്ള വര വന്ന് മുട്ടുന്നത്. അപ്പൊ ഇത് കൃത്യം 2ആയിട്ട് പകുത്തു പോവില്ലേ? അപ്പൊ ഇതിന്റെ ഒരു ലെങ്ത് എത്ര വരും? 1 meterഉം 1 meterഉം. അപ്പൊ ഈ നീളം നമുക്ക് കിട്ടിയില്ലേ? ഇത് എത്രയാണ്? 1 meter. ഇത് 1 meter ആണ്, ഇത് 2 meter ആണെങ്കിൽ പിന്നെ ഇത് നമുക്ക് കണ്ടുപിടിക്കാലോ. ഇതാരാ? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ. അപ്പൊ ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ നോക്കിക്കേ നിങ്ങള്. ഇത് √2 ആണ്. അല്ല സോറി, ഇത് √2 അല്ല, 2 ആണ്. ഇത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഓൾട്ടിറ്റ്യൂഡ്. ഇതെന്താ? ബേസ്. ഇതെന്താ? ഹൈപ്പോട്ടന്യൂസ് ആയിട്ടുള്ള h. അപ്പൊ ഇവര് തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? h² = a² + b² എന്നാ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? a ആണ്. അപ്പൊ a² = എന്ത് വരും? ഈ b² ഇപ്പുറത്തേക്ക് വരുമ്പോ h² - b². നമുക്ക് a അല്ലേ വേണ്ടത്? a² ആണിത്. a ആ വേണ്ടെങ്കിൽ എന്ത് വരും? √h² - b². ഇനി വിലകളൊക്കെ ഇട്ട് കൊടുത്ത് നോക്കിയേ. that is a = √h വില എന്താ? 2. അപ്പൊ 2² - b എന്താ? ബേസ് എത്രയാ? 1 meter. അപ്പൊ എന്ത് വേണം? 1² that is equal to √4 - 1, that is എന്ത് കിട്ടി? √3. ഈ ട്രയാങ്കിളിന്റെ ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ആദ്യം കിട്ടിയത്. ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിൾ എത്ര കിട്ടി നമുക്ക്? ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ട്രയാങ്കിൾ
ഈക്വൽ ടു √3 മീറ്റർ എന്ന് കിട്ടി. അപ്പോ ഈ വശം √3 ആണ് എന്ന് കണ്ടുപിടിച്ചു. ഇത് √3 ആണെങ്കിൽ ഈ സ്ക്വയർ അല്ലേ, ഇത് സ്ക്വയർ ആണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്ക്വയർ ആയതുകൊണ്ട് ഇത് √3 ആണെങ്കിൽ ഇത് √3, ഇത് √3, ഇത് √3, 4 വശം √3. അപ്പൊ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? സൈഡ് ഇൻറ്റു സൈഡ് ചെയ്താൽ മതി. അപ്പൊ therefore ഏരിയ ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു എത്ര വന്നു? √3 into √3, that is equal to 3 square meter. ഇത്രേ ഉള്ളൂ. സിമ്പിൾ കണക്കല്ലേ? ഇനി നോക്കിക്കേ. അത് കഴിഞ്ഞിട്ട് അവരവിടെ വീണ്ടും ഒരു ട്രയാങ്കിൾ എടുത്ത് വരച്ചിട്ടുണ്ടല്ലേ. എങ്ങനെയാ അവർ ആ ട്രയാങ്കിൾ വരച്ചേക്കണേ? മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഒരു പടം കാണുന്നില്ലേ? എന്താണ്? വീണ്ടും അവരവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. നോക്കാം എങ്ങനെയാണ് ട്രയാങ്കിള്. ഇങ്ങനെയുള്ളൊരു ട്രയാങ്കിൾ അല്ലേ. എന്നിട്ട് ഇതിന്റെ ഈ ആംഗിൾ കൊടുത്തിട്ടുണ്ട്. ഇത് 60, ഇത് 30. ഇത് 16, 30 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? നമുക്ക് കണ്ണടച്ച് പറയാമല്ലോ. എത്രയായിരിക്കും? 90 ആയിരിക്കും. കാരണം എന്താ? 180 - 60 + 30 that is equal to എന്ത് കിട്ടും? 90. അപ്പൊ ഇത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇനി അതിന്റെ ഒരു വശത്തിന്റെ നീളവും തന്നിട്ടുണ്ട്. എത്രയാണെന്ന്? 2 മീറ്റർ ആണ്. ഇനി ഇതിനെ എടുത്തിട്ട് നമ്മൾക്കൊന്ന് തിരിച്ചു വയ്ക്കാം. ഇത്രയല്ലേ തന്നേക്കണേ? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇപ്പൊ ഇതെടുത്ത് മറിച്ച് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് എന്ത് കിട്ടും? അതിന്റെ ഇത് തന്നെയാണെന്ന് മനസ്സിലാവും. ഒന്ന് നോക്കിയേ. ഇത് ഇപ്പൊ ഈ 2 മീറ്റർ ഇവിടെയല്ലേ വന്നിരിക്കുന്നേ? റൈറ്റ് ആംഗിൾ ഇവിടെയല്ലേ വന്നിരിക്കുന്നേ? അപ്പൊ നമുക്ക് ഇതിന് പേര് കൊടുക്കാം കേട്ടോ. ഇത് ABC. ഇതും അതുപോലെ തന്നെ നോക്കിക്കേ. റൈറ്റ് ആംഗിൾ വന്നിരിക്കുന്നത് സിയില്. ഇത് ABC. ഇതിനെ ഒന്നെടുത്ത് മറിച്ച് വയ്ക്കുമ്പോ നോക്കിയേ എന്താ വരണേന്ന്? സി ഇവിടെ വന്നു, ബി എവിടെ എത്തി? മുകളിലെത്തി. ഇതെന്താണ്? എ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇത് 2 മീറ്റർ ആണ് എങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് എത്രയായിരിക്കും? 1 മീറ്റർ. ഇതേ ട്രയാങ്കിൾ തന്നെ അവർ തിരിച്ചു വെച്ചേക്കുന്നതേ ഉള്ളൂ. ഇനി ഇത് എത്രയായിരിക്കും? √3. അപ്പൊ മറ്റു രണ്ട് വശങ്ങളുടെ നീളം എത്രയാ? 1 മീറ്ററും √3 മീറ്ററും. ഇനി ഇത് ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ കാണും നമ്മള്? ഇങ്ങനെയല്ല എങ്കിൽ നമുക്ക് പിന്നെ ഇത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് അല്ലേ? 30:60:90 ഈ റേഷ്യോയിൽ വരുന്ന ട്രയാങ്കിൾസ് അവരുടെ ലെങ്ത്തിന്റെ റേഷ്യോ എങ്ങനെയായിരിക്കും? 30:60:90 റേഷ്യോ വരുന്നതിന്റെ 30യുടെ ഓപ്പോസിറ്റ് വരുന്നത് എപ്പോഴും എത്രയായിരിക്കും? 1. 60യുടെ ഓപ്പോസിറ്റ് വരുന്നത് എത്രയായിരിക്കും? √3. പിന്നെ 90യുടെ ഓപ്പോസിറ്റ് വരുന്നത് എത്രയായിരിക്കും? 2. അതായത് ഇവരുടെ ആംഗിൾസ് തമ്മിൽ ഇതാണ് റേഷ്യോ എങ്കിൽ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ എങ്ങനെയായിരിക്കും? 1:√3:2. 1:√3:2. ഇത് ഓർത്തിരിക്കാട്ടോ, മറക്കാനുള്ളതല്ല ഇത്. അപ്പോ ആ റേഷ്യോ ആണ് എന്നത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ പറഞ്ഞ കാര്യം കണ്ടുപിടിക്കാം. അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിന്റെ കിട്ടിയോ? അപ്പൊ എന്താണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ? ദ ലെങ്ത് ഓഫ് other two sides equal to എത്ര എഴുതാം? 1 മീറ്റർ ആൻഡ് √3 മീറ്റർ. 1 മീറ്റർ ആൻഡ് √3 മീറ്റർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മക്കൾക്ക്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ. എന്താ പറയണേ? കുറെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തുടങ്ങിയിരിക്കുന്നത് അല്ലേ? വി ഹാവ് സീൻ ഇൻ ക്ലാസ് 8. 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. സാധാരണ ടീച്ചർമാർ പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് വിഷമം. ഇപ്പൊ ടെക്സ്റ്റുകാർ തന്നെ പറഞ്ഞേക്കാണ് കേട്ടോ. വി ഹാവ് സീൻ ഇൻ ക്ലാസ് 8 ദാറ്റ് എനി ഓഡ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് ദ ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഏതൊരു ഓഡ് നമ്പറിനെയും 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ വ്യത്യാസമായിട്ട് കാണിക്കാന്ന് പഠിച്ചത് ഓർക്കുണ്ടോ? ഓർക്കണില്ല. എന്നാ കഴിഞ്ഞ വർഷത്തെ പുസ്തകം എടുത്ത് നോക്കാം, അപ്പോൾ ഓർമ്മ വരും കേട്ടോ. അല്ല, ഏത് പാഠത്തിലായിരുന്നു? ഐഡന്റിറ്റീസിന്റെ പാഠത്തിൽ. ഓക്കെ. യൂസിങ് ദിസ് ഡ്രോ
സ്ക്വയേഴ്സ് ഓഫ് ഏരിയാസ് 7 and 11 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഈ ഏരിയ ഉള്ള ഏത് 7 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ളതും 11 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ളതുമായിട്ടുള്ള എന്ത് വരയ്ക്കാനാ പറഞ്ഞിരിക്കണേ? സ്ക്വയർ വരയ്ക്കാൻ. അപ്പം ഇവിടെ നമ്മൾ സ്ക്വയറിൻ്റെ കാര്യം എന്താ പറഞ്ഞാവോ? അതിന് കൺഫ്യൂഷൻ വന്നാ? നമ്മൾ ന്യൂ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത് സ്ക്വയറിൻ്റെ കാര്യമൊക്കെയാണല്ലോ പറയണതെന്ന് ടെൻഷൻ വന്നാ? ഇല്ല, ഈ സ്ക്വയറും ന്യൂ നമ്പറുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. Seen in class 8 that any odd number can be written as the difference of two perfect squares. നമ്മളെ ഓർമ്മിപ്പിച്ചേക്കാം, സ്ക്വയർ സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാൻ വേണ്ടി നിങ്ങൾ അത് ഓർത്തെടുക്കാൻ. അപ്പൊ അതുമായിട്ട് ബന്ധമുണ്ടെന്നല്ലേ അർത്ഥം നമ്മുടെ സ്ക്വയർ വരയ്ക്കലിന്. കണക്ക് ഇത്രേ ഉള്ളൂന്നേ, കുറച്ച് ക്ലൂ തരും, എന്നിട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം കണ്ടുപിടിക്കാൻ പറയും. ഇത്രേ ഉള്ളൂ സംഭവം. അപ്പൊ നോക്കിയേ, നമ്മളിതേ പഠിച്ചതെന്ന് ഓർത്തേ മക്കള്. എന്തൊക്കെയായിരുന്നു പഠിച്ചത് കഴിഞ്ഞ വർഷം? ഇങ്ങനെയാണ് നമ്മൾ ഏത് ഓഡ് നമ്പറിനെയും പെർഫെക്റ്റ് സ്ക്വയറുകളുടെ വ്യത്യാസമായിട്ട് കാണിക്കുക. നമ്മൾ അഞ്ചൊരു ഓഡ് നമ്പറാണ്, 5 എടുത്തു. 5നെ നമ്മൾ എങ്ങനെ 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ വ്യത്യാസമായിട്ട് കാണിക്കും? അപ്പൊ നമുക്ക് ആദ്യം പെർഫെക്റ്റ് സ്ക്വയറുകൾ നോക്കാം. ഏതൊക്കെയാണ് നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയർ? 2ന്റെ സ്ക്വയർ 4, 1ന്റെ സ്ക്വയർ 1, 3യുടെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49, 8ന്റെ സ്ക്വയർ 64, 9ന്റെ സ്ക്വയർ 81. ഇങ്ങനെ പോകൂല്ലേ? ഇത് വെച്ചിട്ട് ഈ 5നെ എങ്ങനെ എഴുതാം നിങ്ങളൊന്ന് ആലോചിച്ചേ. ഇതിൽ ആരുടെ വ്യത്യാസമായിട്ട് നമുക്കിപ്പോ 5നെ എഴുതാം? 9 - 4 എന്ന് എഴുതാം അല്ലെ? 9 - 4 5 അല്ലേ? 9 എന്ന് പറഞ്ഞാൽ ആരാണ്? 3ന്റെ സ്ക്വയർ, മൈനസ് 4 എന്ന് പറഞ്ഞാലോ 2ന്റെ സ്ക്വയർ. അപ്പൊ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഈക്വൽ ടു 5 എന്ന് വന്നു. നമ്മളോട് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താ? 7ഉം 11ഉം അല്ലെ? അപ്പൊ നിങ്ങൾ 7 എടുത്തേ. 7നെ ആരുടെയൊക്കെ വ്യത്യാസമായിട്ട് കാണിക്കാം? 7 സ്ക്വയർ ആരുടെയൊക്കെയാണ് നോക്കിയിട്ട് പറഞ്ഞേ. 7 എന്നുള്ള നമ്പർ കിട്ടണം. 16 - 9 ചെയ്യുമ്പോ എത്രയാ കിട്ടണത്? 7 അല്ലേ? അപ്പൊ 16 - 9 എത്രയാണ്? 7. ദാറ്റ് ഈസ് 16 എന്ന് വെച്ചാൽ എന്താ? 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. അപ്പൊ നമുക്ക് പറയാം എന്ത്? 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഈക്വൽ ടു 7 ആണ്. 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഈക്വൽ ടു 7 എന്ന് കിട്ടിയില്ലേ? ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാൻ പോണേ? അതിനു മുമ്പ് നമ്മൾ ആ പൈത്തഗോറസ് തിയറം എടുത്തിട്ട് അതിനെ ഒന്ന് പൊടിയൊക്കെ തട്ടി നോക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നമ്മുടെ പൈത്തഗോറസ് തിയറം എന്താ പറയണേ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്കിപ്പോ ബേസ് സ്ക്വയറാ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് വരും? ബേസ് സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇനി നമുക്ക് ഓൾട്ടിറ്റ്യൂഡാ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വരും? എ സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി ഇതിൽ നോക്കിക്കേ, സൈനുകളുടെ പ്രത്യേകത കേട്ടോ മിസ് പറയണേ. ഇതിലാണെങ്കിൽ അത് പ്ലസ് സൈൻ ആയിരുന്നു. ഏത് കണ്ടുപിടിക്കാൻ? ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനുള്ള കേസിൽ നമ്മൾ ബേസ് സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറും കൂട്ടുക ചെയ്യാം. മറ്റ് 2 കേസിൽ എന്താ വരുന്ന ചിഹ്നം? നെഗറ്റീവ് ചിഹ്നമാണ് അല്ലെ വരുന്നത്. നെഗറ്റീവ് ചിഹ്നം വന്നാൽ അതിന്റെ അർത്ഥം അത് ഹൈപ്പോട്ടന്യൂസ് കാണാനുള്ളതാണോ? അല്ല. ഒന്നെങ്കിൽ അത് ബേസ് സ്ക്വയർ കാണാനുള്ളതാണ്, അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കാണാനുള്ളതായിരിക്കും. ഇവർക്കിടയിൽ നെഗറ്റീവ് സൈൻ വന്നു കഴിഞ്ഞാൽ. അപ്പൊ ആ കാര്യം ശ്രദ്ധിച്ചല്ലോ. ഇനി നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ചിഹ്നം എന്താണ്? നെഗറ്റീവ് ആണ് അല്ലെ? നെഗറ്റീവ് സൈൻ വന്ന അതിന്റെ അർത്ഥം എന്താ? അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒന്നെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ബേസ്. ഇപ്പൊ സ്ക്വയർ അല്ലേ കണ്ടുപിടിക്കാൻ പോണേ. മിസ് പിന്നെ ഇപ്പൊ ട്രയാങ്കിളിന്റെ കാര്യം എന്തിനാ പറയണേ എന്ന് വിചാരിക്കരുത്. നമ്മൾ തൊട്ട് മുമ്പിലത്തെ കണക്കിൽ കണ്ടു എങ്ങനെയാണ് ട്രയാങ്കിളിന്റെ വശം വെച്ചിട്ട് നമുക്ക് എങ്ങനെ സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാന്ന് കണ്ടില്ലേ നിങ്ങള്? ഫസ്റ്റ് ക്വസ്റ്റിനും സെക്കൻഡ് ക്വസ്റ്റിനും ഒക്കെ ചെയ്തപ്പോ ആ സൂത്രപ്പണിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോണേ. റൈറ്റ് ട്രയാങ്കിളിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാൻ പോണേ. അപ്പൊ അതിനാ നമ്മളിപ്പോ പണിയെടുത്തോണ്ടിരിക്കണേ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. ഏത്? 4, 3, 7 എന്നൊക്കെയുള്ള സൈൻ നമ്പേഴ്സ് വെച്ച്. ഈ 4, 3, 7 ഒക്കെ ഇപ്പൊ ബേസ് ആയിട്ട് വരുമോ, ഓൾട്ടിറ്റ്യൂഡ് ആയിട്ട് വരുമോ, ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുമോ? അതറിയണ്ടേ? അതറിയാനാണ് ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ ഇത് നോക്കിയപ്പോ മനസ്സിലായി, ഇടയിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ
ആദ്യത്തെ നമ്പർ എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. രണ്ടാമത്തെ ആൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ബേസും ആകാം ഓൾട്ടിറ്റ്യൂഡും ആകാം. അപ്പൊ ഇതിലെ എച്ച് ആരാണെന്ന് മനസ്സിലായി. എച്ച് ആരാണ്? 4 അല്ലേ? ഇനി ഇതൊരു സ്ക്വയർ ആയിട്ടല്ലല്ലോ കിടക്കണം, ഇവനെ നമുക്കൊരു സ്ക്വയർ ആക്കി എഴുതണ്ടേ? ഈ പറഞ്ഞ രീതിയിലാവണമെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിട്ടോ. നിങ്ങൾ ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും ചിന്തിക്കണ്ട. നമ്മൾ തരുന്ന നമ്പർ ഇപ്പോൾ ഏതാണോ നമ്മളോട് കാണാൻ പറയുന്ന ഏരിയ, അതിനെ ആദ്യം പെർഫെക്റ്റ് സ്ക്വയറുകളുടെ വ്യത്യാസമായിട്ട് കാണാം. വ്യത്യാസമായിട്ട് എഴുതി. അപ്പൊ നമ്മളിവിടെ 7നെ 4² - 3² എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് സ്ക്വയർ ആക്കി എഴുതാം. അപ്പൊ എന്ത് വരും? സ്ക്വയർ - 3² = സ്ക്വയർ ആക്കണമെങ്കിൽ √7² എഴുതണം. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും നീളം കൂടിയ വശം എന്തായാലും ഹൈപ്പോട്ടന്യൂസ്, അതിന് മാറ്റില്ല. മറ്റു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താലും കുഴപ്പമില്ല. അപ്പോ h = 4. ഇനി a b = 3 and √7, ഓൾട്ടിറ്റ്യൂഡും ബേസും. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ മക്കൾ നോക്കിയേ, നമ്മളോട് എന്താണ് ചോദിച്ചേക്കണേ? എന്ത് എഴുതാനാ കണ്ടുപിടിക്കാനാ ചോദിച്ചേക്കണേ? സ്ക്വയർ ഓഫ് ഏരിയ 7² സെന്റിമീറ്റർ. ഇതാണല്ലോ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞേക്കണേ. അപ്പൊ ഏരിയ = 7 സെന്റിമീറ്റർ സ്ക്വയർ വരണമെങ്കിൽ എന്തായിരിക്കും അവരുടെ സൈഡ്? √7 × √7 അല്ലേ നമുക്ക് സൈഡ് ഇൻറ്റു സൈഡ് എന്ന് വരാം. അപ്പോഴല്ലേ 7 എന്ന് കിട്ടുക. അപ്പം നമുക്ക് മനസ്സിലായി നമ്മുടെ സൈഡിൻ്റെ ഒരു വശം എത്രയാണ്? √7. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ √7² ആരുമായിട്ട് ബന്ധപ്പെടുത്തി? നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ്. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 4² - 3² ആണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ ആവുമ്പോൾ നോക്കിയേ, നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ എങ്ങനെ വരും? ഏകദേശം ഈ 4 അല്ലേ ഇതിൽ ഏറ്റവും നീളം കൂടിയ വശം. അപ്പം നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് 4, ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് √7 എന്ന് എടുക്കാം. അതായത് ഈ വശമായിട്ട് വരാൻ വേണ്ടി. ബേസ് നമുക്ക് എന്തെടുക്കാം? 3. ബേസ് ഓൾട്ടിറ്റ്യൂഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എടുത്തത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നമ്മളിവിടെ സൗകര്യത്തിന് എന്തെടുക്കുന്നു? ബേസ് 3 എന്നും ഓൾട്ടിറ്റ്യൂഡ് √7 എന്നും എടുക്കുന്നു. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഏകദേശം വരച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഹൈപ്പോട്ടന്യൂസ് നീളം കൂടിയ വശം, ബേസ് താഴ്വശം, എന്നിട്ട് ഇത് ആണല്ലോ. അപ്പോൾ ഇത് 90 ഡിഗ്രി വരുന്ന, ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെ √7 സെൻറ്റിമീറ്റർ, ഇവിടെ 4 സെൻറ്റിമീറ്റർ, ഇങ്ങനെ വരുന്ന ഒരു റൈറ്റ് ട്രയാങ്കിളാണ് നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്യാൻ പോണേ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്യുമെന്ന് അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം എങ്ങനെ നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യുമെന്ന്. അപ്പം നമുക്ക് ആദ്യം സ്കെയിൽ എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ ബേസ് ആയിട്ടുള്ള 3 സെൻറ്റിമീറ്റർ വരയ്ക്കാം. ഇതേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കണു. മിസ് ഒത്തിരി കൺസ്ട്രെയിൻസിൻ്റെ നടുക്ക് നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമ്മളിവിടെ 3 സെൻറ്റിമീറ്റർ വരച്ചു. വരച്ചു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? ലെങ്ത് എഴുതണം, 3 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഈ √7 എത്രയാണെന്ന് അറിയില്ലല്ലോ. അറിയില്ല. വിഷമിക്കണ്ട. നമുക്ക് പക്ഷെ അവിടെ ഒരു ആംഗിൾ അറിയാം അല്ലേ? ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. അതുകൊണ്ട് നമ്മൾ ഈ √7 തുടങ്ങുന്നതിന് പകരം അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണു? 90 ഡിഗ്രി ആംഗിൾ പ്ലോട്ട് ചെയ്യണം. അറ്റത്ത് കറക്റ്റ് പോയിന്റ് നോക്കണം കേട്ടോ. അവിടെ നിന്ന് വെച്ചിട്ട് 90 ഡിഗ്രി നമ്മളിത് ഇതുപോലെ വരച്ചു. അപ്പോൾ നമ്മൾ മുകളിലേക്ക് ഈ 90 ഡിഗ്രി വരച്ചു വെച്ചു. അതിന് ശേഷം എന്ത് ചെയ്യണേ? ഈ ഹൈപ്പോട്ടന്യൂസിൻ്റെ നീളം നമുക്കറിയാം അല്ലേ? 4 സെൻറ്റിമീറ്റർ ആണെന്ന്. അപ്പോൾ നമ്മുടെ കോമ്പസ് എടുക്കുക. കോമ്പസിൽ ഇതുപോലെ 4 സെൻറ്റിമീറ്റർ എടുക്കാം. അതിന് ശേഷം എന്ത് ചെയ്യും? നമ്മളിത് ഇവിടെ വെച്ചിട്ട് ഈ അറ്റത്ത് കുത്തിയിട്ട് ഇങ്ങനെ 4 സെൻറ്റിമീറ്റർ ആർക്ക് നിങ്ങൾ കട്ട് ചെയ്യാം. കട്ട് ചെയ്തോ? അപ്പോൾ ഇവർ തമ്മിൽ കൂട്ടിമുട്ടണ ഈ പോയിൻറ്റും ഇതും തമ്മിൽ യോജിപ്പിക്കുക. ഈ കൂട്ടിമുട്ടണ പോയിൻ്റ് ഇതും തമ്മിൽ യോജിപ്പിക്കുമ്പോൾ നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. കണ്ടോ? ഇത് നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ. ആവശ്യത്തിൽ കൂടുതലുള്ളതൊക്കെ മായ്ച്ച് കളഞ്ഞോളൂ കേട്ടോ. ഇനി എന്താ വേണ്ടത്? നമ്മുടെ ഇപ്പോൾ വശങ്ങളൊക്കെ തീരുമാനമായി. ഇത് 4 സെൻറ്റിമീറ്റർ. ഇതപ്പോൾ എത്രയായിരിക്കും? √7. അളക്കാണ്ട് തന്നെ നമുക്ക് √7 വരയ്ക്കാൻ പറ്റി. ഇനി നമുക്ക് എന്ത് വേണം? ഈ √7 എന്നുള്ളത് വശമായിട്ട് വെച്ചുകൊണ്ട് എന്ത് വരയ്ക്കണം? ഒരു സ്ക്വയർ വരയ്ക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്യുക? √7ൻ്റെ നീളം അറിയില്ല, വിഷമിക്കണ്ട. നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത് ഉണ്ടല്ലോ,
അത് നമ്മൾ കോമ്പസ് വെച്ച് മെഷർ ചെയ്തെടുക്കും. കറക്റ്റ് ഈ പോയിൻറ്റും ഈ പോയിൻറ്റുമായിട്ടുള്ള ലെങ്ത്ത്. അതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിങ്ങോട്ടൊരു ആർക്ക് കട്ട് ചെയ്യുക. അതിന് ശേഷം ഈ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത് എവിടം വരെ വരയ്ക്കണം, ആ പോയിൻ്റ് വരെ വരയ്ക്കണം. നമ്മുടെ ആദ്യത്തെ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ വരച്ച ആർക്ക് വരെ മുട്ടിച്ചു. ഇനി ഇവിടെ വെച്ചുകൊണ്ട് നമുക്കറിയാം ഇത് എത്ര ഡിഗ്രിയാണ് വരണ്ടേന്ന്, 90 ഡിഗ്രി വീണ്ടും മാർക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ വെച്ച് 90 ഡിഗ്രി പ്ലോട്ട് ചെയ്തു. ഓക്കെ, ഒത്തിരി നീളത്തിൽ വരയ്ക്കേണ്ടെന്ന് അറിയാമല്ലോ. എവിടം വരെ വരുള്ളൂ, ഉയരം ഇവിടം വരെ അല്ലേ വരുള്ളൂ. അപ്പം ഏകദേശം അവിടം വരെ വരച്ചാൽ മതി, പക്ഷെ 90 ഡിഗ്രിയിലായിരിക്കണം. അതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഈ പോയിന്റിൽ കുത്തിക്കൊണ്ട് നമ്മൾ എടുത്ത മെഷർമെൻറ്റ് നമ്മൾ തെറ്റിച്ചിട്ടില്ല കേട്ടോ. ഈ പോയിന്റിൽ കുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണു, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യണം. കണ്ടോ, ഇവരെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. കണ്ടോ, നമ്മുടെ സ്ക്വയർ റെഡിയായി. ഇതിൻ്റെ ലെങ്ത് എത്രയാ, √7. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് എഴുതാം, അതിൻ്റെ ഏരിയ എഴുതാം. എന്താ വരുന്നേ, 7 സെൻറ്റിമീറ്റർ സ്ക്വയർ. √7 എന്നുള്ളത് ഇപ്പുറത്തെ ഏരിയയാണ്. മനസ്സിലായോ മക്കൾക്ക് എങ്ങനെയാണ് 7 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉള്ള ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യണേന്ന്. മീറ്റർ സ്ക്വയർ ഉള്ള ഏരിയ ഉള്ള ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യുക, 11 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം നോക്കിക്കേ, ആരൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും നമുക്ക് 11 എന്ന് കിട്ടുന്നത്. 11 എന്ന് പറയുന്ന ഓഡ് നമ്പറിനെ എങ്ങനെ നമുക്ക് രണ്ട് പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ വ്യത്യാസമായിട്ട് എഴുതാം, 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ആണ് 11 അല്ലേ. അപ്പോൾ ഇനി ഇതിനെ 3 പേരെ സ്ക്വയർ ആക്കി എഴുതുമ്പോൾ എന്ത് കിട്ടും, 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ഈക്വൽ ടു √11 സ്ക്വയർ. അത്രയും കിട്ടിയില്ലേ. അപ്പം നമുക്ക് മനസ്സിലായി ഇതിൻ്റെ ബേസ് എന്താ, ഓൾട്ടിറ്റ്യൂഡ് എന്താ വരണ്ടേന്നൊക്കെ. ഇതിൻ്റെ ബേസ് ഓൾട്ടിറ്റ്യൂഡൊക്കെ എന്താ വരണ്ടേ, എച്ചിൻ്റെ കാര്യം തീരുമാനമായി 6, ബേസിൻ്റെ കാര്യം തീരുമാനമായി 5, ഓൾട്ടിറ്റ്യൂഡ് എന്ത് വരും, √11. ഏകദേശം എങ്ങനെയായിരിക്കും ആ പിക്ചർ വരുന്നത്, നമ്മൾക്ക് റഫ് സ്കെച്ച് വരച്ച ശേഷം ചെയ്ത് തുടങ്ങാം. എന്തിനാ, നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയല്ലേ വരാ, എവിടെയാണത് 90 ഡിഗ്രി ആയിരിക്കുക, ഇവിടെ. ഇത്രയും കാര്യം തീരുമാനിച്ചപ്പോൾ ഇത് 6, ഇത് 5, ഇത് √11, ഇത് തീരുമാനിച്ചുകൊണ്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പം എന്ത് ചെയ്യണം, സ്കെയിൽ എടുക്കണം. അതിൽ അല്ലേ നമ്മൾ ആദ്യം വരയ്ക്കണേ. അപ്പം നമുക്കൊരു 5 സെൻറ്റിമീറ്റർ, ഇതുപോലൊരു 5 സെൻറ്റിമീറ്റർ ലെങ്ത് ലൈൻ വരയ്ക്കാം. കണ്ടോ മക്കൾ, 5 സെൻറ്റിമീറ്റർ വരച്ചതിന് ശേഷം ഹൈപ്പോട്ട്ന്യൂസ് എത്രയാണ്, 6 ആണ് അല്ലേ. അപ്പോൾ ഹൈപ്പോട്ട്ന്യൂസ് ആദ്യം ഹൈപ്പോട്ട്ന്യൂസ് വരയ്ക്കുക, അല്ലെങ്കിൽ ആംഗിൾ വരച്ച ശേഷം വരയ്ക്കുക, ഒന്നും വിഷയമല്ല കേട്ടോ. ഇതുപോലെ സ്വാതന്ത്ര്യം, കണക്ക് പോലെ സ്വാതന്ത്ര്യം തന്നെ ഒരു വിഷയമില്ല. ഇതിങ്ങനെ 6 എടുക്കുക, സ്കെയിൽ വെച്ച് 6. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പോയിന്റ് കുത്തിയിട്ട് മുകളിലേക്ക് ഒരു ആർക്ക് വരയ്ക്കും. ആ ആർക്കിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, താഴെ നമ്മുടെ 90 ഡിഗ്രി ആംഗിൾ വെച്ച് വരയ്ക്കണം. ഈ പോയിന്റ് വെച്ചിട്ട്, ഈ എൻ പോയിന്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ 90 ഡിഗ്രി കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ 90 ഡിഗ്രി ഇത് എവിടെയാണെന്ന് മനസ്സിലായി. ഇനി ഇവരെ തമ്മിൽ ഈ അറ്റത്തുനിന്ന് ആദ്യം വരയ്ക്കും. ഈ അറ്റത്തുനിന്ന് വരയ്ക്കുമ്പോൾ എന്ത് കിട്ടും, 90 ഡിഗ്രി വരെ നീട്ടി വരയ്ക്കണ്ട, ഈ ലൈനെ മുട്ടുന്ന പോയിന്റ് വരെ വരച്ചാൽ മതി. അപ്പം അത് കിട്ടി. ഇനി എന്ത് ചെയ്യുന്നു, ഈ 2 എൻ പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കും. കിട്ടിയില്ലേ. ഇപ്പം ഇതാണ് നമ്മുടെ എന്ത്, √11 എന്നുള്ള നീളം. √11 അറിയാണ്ട് തന്നെ നമ്മൾ √11 വരച്ചു. ഇനി ഇതെത്രയായിരുന്നു, 5 സെൻറ്റിമീറ്റർ. ഇതെത്രയായിരുന്നു, 6 സെൻറ്റിമീറ്റർ. അതിന് ശേഷം ഇനി നമുക്ക് എന്താ വേണ്ടേ, √11 സൈഡായിട്ട് വരുന്നൊരു സ്ക്വയർ വരയ്ക്കണം അല്ലേ. അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ലൈൻ ഇത്തിരി ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാം.
ഈ ലൈൻ നമ്മളൊന്ന് നീട്ടി വരയ്ക്കുകയാണ്. എന്തിനാണ്? റൂട്ട് 11 ഈ ലൈനിലാണല്ലോ വരാം, സ്ക്വയറിൻ്റെ ഒരു താഴ്വശം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഇതുവരെയുള്ള ലെങ്ത്ത്, ഈ ലെങ്ത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? കോമ്പസിൽ എടുക്കുക കേട്ടോ. ഈ ലെങ്ത്ത് ഇവിടുന്ന് ഇവിടെ കുത്തിയിട്ടുള്ള ലെങ്ത്ത് കോമ്പസിലെടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഇവിടെ ഇങ്ങനെ ആർക്ക് കട്ട് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ഇവിടുന്ന് ആർക്ക് കട്ട് ചെയ്യുക. ഈ 2 എൻഡ് പോയിന്റിൽ നിന്നും ആർക്ക് കട്ട് ചെയ്യാം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വെച്ചിട്ട് ആ ഒരൊറ്റ മെഷർമെൻറ്റ് കൊണ്ട് നമുക്ക് എല്ലാ പോയിന്റും കണ്ടുപിടിക്കാം. കിട്ടിയോ? 4 കോർണറും കിട്ടിയില്ലേ? ഇനി അതെല്ലാം നമ്മൾ യോജിപ്പിച്ചാൽ മതി. ഈ പോയിന്റും ഈ പോയിന്റും ഇവരെ തമ്മിൽ യോജിപ്പിച്ചു. ഇനി ഈ പോയിന്റും ഈ പോയിന്റും കറക്റ്റായിട്ട് നിങ്ങൾ, ഞാൻ കണ്ട എനിക്ക് ഇത്ര സ്പേസ് ഉള്ളൂ, എൻ്റെ കൈ തന്നെ അതിനെ കഴിഞ്ഞ് വലുതാണ്. കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ. കറക്റ്റായിട്ട് 90 ഡിഗ്രി. നിങ്ങൾക്ക് ഞാൻ പുസ്തകം വെച്ചേക്കണ ഇത് സ്ക്വയർ അല്ലാന്ന് തോന്നുന്നുണ്ടോ? സ്ക്വയറാണ് കേട്ടോ. കാണാമോ നമുക്കൊക്കെ? നിങ്ങൾ കറക്റ്റായിട്ട് ഇരുന്നൊക്കെ സമാധാനമായിട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ ബോട്ടിലുമ്മയാണ് ഞാനൊരു സ്റ്റാൻഡൊക്കെ നിർത്തിയേക്കണം. അതൊന്നും കറക്റ്റായിട്ടൊന്നും നിൽക്കണമൊന്നുമില്ല, ഇതിങ്ങനെ നാടിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.